ഹലോ മക്കളെ, വെൽക്കം ടു ചാപ്റ്റർ 1. നിങ്ങൾ ഡിസൈൻ ഫാക്ടറിയിലെ തിയറി ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ തിയറി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. അത് തന്നെയായിരിക്കും നിങ്ങളുടെ എക്സാമിന് വരാൻ പോകുന്നത്. അപ്പം നിങ്ങൾ എൻ്റെ പ്രാക്ടിക്കൽ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെ ആകുമ്പോൾ തന്നെ കുറേ തിയറി പിടിച്ചിട്ടുണ്ടാവും, കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇനി നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻ രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പോകണം. അപ്പോൾ ഡെഫിനറ്റ്ലി പ്രാക്ടിക്കൽ വീഡിയോ കാണാൻ മറക്കരുത്. റോബോട്ടിക്സിന് വന്നിട്ടുണ്ട്, നമ്മുടെ HTML വന്നിട്ടുണ്ട്, അതേപോലെ ഇതും വന്നിട്ടുണ്ട് ഡിസൈൻ ഫാക്ടറി. ഇനി ഏത് വേണമെന്നും കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. സോ എങ്ങനെയുണ്ട് നിങ്ങളുടെ എക്സാമിനും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതൊക്കെ നിങ്ങളുടെ ഫൈനൽ എക്സാമിനും ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ മക്കളെ, നിങ്ങളുടെ എക്സാമിൻ്റെ റിസൾട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഫീസ് കുറച്ചിട്ടുണ്ട്, ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാം. നോക്കാം. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് നോഡ് എഡിറ്റിംഗ് ടൂൾ? നോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഇങ്ങനെ പോയിന്റ് ഉണ്ട്, ഓരോ പോയിന്റ് എടുത്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതല്ല, ഇത് വരയ്ക്കാനുള്ള എന്തോ സാധനമാണ്. ഇത് റെക്റ്റാങ്കിൾ ടൂളാണ്, ഇത് നമ്മുടെ സെലക്ട് ടൂളാണ്. ഓക്കെ, ഇവനാണ് നമ്മുടെ നോഡ് എഡിറ്റിംഗ് ടൂൾ കേട്ടോ. ഇതാണ് നോഡ് എഡിറ്റിംഗ് ടൂൾ. ഇത് എപ്പോഴൊക്കെയാണ് പ്രത്യേക ആവശ്യം വരുന്നത് അറിയാം. നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വട്ടത്തിൽ നിങ്ങൾക്ക് ഗ്രേഡിയൻ്റ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നീക്കണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ നോഡ് എഡിറ്റിംഗ് നോക്കിയിട്ട് ഇത് മാറ്റി അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, ഷേപ്പ് മാറ്റണമെങ്കിൽ നോഡ് എഡിറ്റിംഗ് ആണ്. അപ്പോൾ നോഡ് എഡിറ്റിംഗ് മറക്കരുത് കേട്ടോ. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ വെക്ടർ ഗ്രാഫിക്സ് ടൂൾ? ഇപ്പോൾ നോട്ട് എ വെക്ടർ ഗ്രാഫിക്സ് ടൂൾ എന്നാണ് പറഞ്ഞത് കേട്ടോ. വെക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? ക്ലാരിറ്റി പോവാത്തത്. റാസ്റ്റർ എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി പോകുന്നത്, വലുതാക്കുമ്പോൾ ക്ലാരിറ്റി പോകുന്നത്. വെക്ടർ അല്ലാത്തത്. അപ്പോൾ ഏതൊക്കെയാണ് വെക്ടർ? ഇല്ലുസ്ട്രേറ്റർ, അഡോബി ഇല്ലുസ്ട്രേറ്റർ വെക്ടർ ആണ്. ഓക്കെ, ഇങ്ക്സ്കേപ്പ് വെക്ടർ ആണ്. ലിബ്രെ ഓഫീസ് ഡ്രോ ഇവിടെ ആയിട്ടുള്ളത് അതും എന്താണ്? വെക്ടർ ആണ്. ഗിംപ് എന്താണ്? റാസ്റ്റർ എഡിറ്റ് ചെയ്യാനാണ്. റാസ്റ്റർ എഡിറ്റ് ചെയ്യാനുള്ള വേറൊരു എക്സാമ്പിൾ ആണ് അഡോബ് ഫോട്ടോഷോപ്പ്. ഓക്കെ, അഡോബി ഫോട്ടോഷോപ്പ്. അപ്പോൾ ഫോട്ടോഷോപ്പും ഗിംപൊക്കെ എന്താണ്? റാസ്റ്റർ എഡിറ്റ് ചെയ്യാനുള്ളതാണ്. വെക്ടർ എഡിറ്റ് ചെയ്യാനുള്ള ആരൊക്കെയാണ്? ഇങ്ക്സ്കേപ്പ്, ഇല്ലുസ്ട്രേറ്റർ, ലിബ്രെ ഓഫീസ് ഡ്രോ ഒക്കെ. ഓക്കെ, അടുത്തത്. Given below is a banner designed by Inkscape software. Okay, in this selecting the image of the camera select ചെയ്തു. Which among the following technique should be used for arranging it behind the? ഈ ഒബ്ജക്റ്റിനെ ഏറ്റവും പുറകിലേക്ക് ആക്കണം. നമ്മുടെ ലെയർ താത്തണം. ഇപ്പം ക്യാമറ മുകളിലാണ്, താത്തണമെങ്കിൽ എന്ത് ചെയ്യുക? ഒന്നെങ്കിൽ പേജ് ഡൗൺ ഒക്കെ ചെയ്യാതെ പേജ് ഡൗൺ ചെയ്യാം. ക്യാമറ സെലക്ട് ചെയ്തിട്ട് പേജ് ഡൗൺ ചെയ്യാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് പേജ് അപ്പിനെക്കാം. ഓക്കെ, അതിലേതെങ്കിലും ചെയ്താൽ മതി. അല്ലെ റേസ് ടു ടോപ്പ് തെറ്റൊന്നുമില്ല, പക്ഷെ അത് എഴുത്തായിരിക്കണം. അപ്പോൾ നമുക്ക് ക്യാമറ ആയതുകൊണ്ട് നമുക്ക് പേജ് ഡൗൺ ആയിരിക്കും ആൻസർ വരിക. ഓക്കെ, ക്യാമറ സെലക്ട് ചെയ്യുക, പേജ് ഡൗൺ. ഒബ്ജക്ട്സിൽ പോവുക, അതിലും ഉണ്ടാവും ലോവർ അല്ലെങ്കിൽ ലോവർ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇനി the image seen below is prepared using Inkscape. Which among the following methods is used to change the border color of the object? ബോർഡറിനെ നമ്മൾ എന്താണ് വിളിക്കുക? ഒരു ഒബ്ജക്റ്റിന് ബോർഡർ ഉണ്ട്, ഉള്ളിലെ സാധനമുണ്ട്. ഉള്ളിലത്തെ സാധനത്തെ നമ്മൾ ഫിൽ എന്ന് വിളിക്കും, ഫിൽ കളർ. പുറത്തത്തെ നമ്മൾ സ്ട്രോക്ക് എന്ന് പറയും. ഓക്കെ, സ്ട്രോക്ക്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് വേണ്ടത്? സ്ട്രോക്കിൻ്റെ കളർ മാത്രം. ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് ഇവിടെ വരെ ശരിയാ, ഇതല്ല ഇത് ഇവിടെ അല്ല. ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്കിൽ സ്ട്രോക്ക് പെയിൻറ്, സ്ട്രോക്ക് സ്റ്റൈലിലേക്ക് സ്ട്രോക്ക് പെയിൻറ് എന്ന് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്തത്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ടെക്നിക്ക് ഇസ് യൂസ് ടു ചേഞ്ച് ദ ട്രാൻസ്പെറൻസി ഓഫ് കളർ? ഓക്കെ, നമുക്കൊരു ഇപ്പോൾ റെഡ്. ഓക്കെ, എന്നിട്ട് ആ റെഡിനുള്ളിൽ കൂടെ കുറച്ച് കാണാൻ പറ്റുന്ന പോലെ 50% ആക്കണം. ട്രാൻസ്പെറൻറ്റ് ആക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഫില്ലിൻ്റെ ഉള്ളിൽ ഒബ്ജക്റ്റിൽ ഇവിടെ കണ്ടില്ല, ഇതാ ഒബ്ജക്റ്റിനുള്ളിൽ ഫിൽ ആൻഡ് സ്ട്രോക്കിൽ ഒപ്പാസിറ്റി ഉണ്ട്. ഈ ഒപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻറ്റിൻ്റെ ഓപ്പോസിറ്റാണ്. നിങ്ങൾക്ക് 100% ട്രാൻസ്പെറൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 100% ട്രാൻസ്പെറൻറ്റ് ഫുള്ളായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഒപ്പാസിറ്റി എന്താണ്? ഒപ്പാസിറ്റി അതിൻ്റെ അർത്ഥം 0%. ഇപ്പോൾ ഒപ്പാസിറ്റി 70 ആണെങ്കിൽ 70% കളറേ ഉള്ളൂ. അപ്പോൾ ട്രാൻസ്പെറൻസി എന്താ? നമുക്ക് എത്ര കാലിയാണ്? 30%. അപ്പോൾ ട്രാൻസ്പെറൻസി, ഓപ്പാസിറ്റി ഓപ്പോസിറ്റ് സാധനങ്ങളാണ്, അത് മനസ്സിലാക്കണം കേട്ടോ. പക്ഷേ കോൺസെപ്റ്റ് സെയിം ആണ്. ഓക്കെ, ഫുള്ളി ട്രാൻസ്പെറൻറ്റ് എന്ന് പറഞ്ഞാൽ ഒപ്പാസിറ്റി ഇല്ല എന്നാണ്. ഒപ്പാസിറ്റി ഫുള്ളാണെന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻറ്റേ അല്ല എന്നാണ്. ഓക്കെ, ആ കാര്യം ഓർത്ത് വെച്ചോ. ഇനി വൈൽ ട്രൈങ് ടു ചേഞ്ച് ദ പൊസിഷൻ ഓഫ് ദ ഇമേജ് ഓഫ് ട്രാഫിക് സിഗ്നൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ പ്രാക്ടിക്കൽ വീഡിയോ കാണാൻ മറക്കരുത്. ദ ഡിഫറെൻറ്റ് ലൈറ്റ്സ് കുഡ് നോട്ട് ബി ചേഞ്ച് ടുഗെദർ. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് എ ഷോർട്ട് കട്ട് കീ ടു ദി സ്കീം? അപ്പോൾ ഈ 3 കൂടി ഒരുമിച്ച് നിൽക്കണം അല്ലെങ്കിൽ മാറ്റണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഗ്രൂപ്പ് ചെയ്യാൻ തന്നെ പറയാം. ഗ്രൂപ്പ് ചെയ്യുന്നത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് പ്രാക്ടിക്കലിലും തിയറിയിലും. അതിൻ്റെ ഷോർട്ട് കട്ട് എന്താണ്? G ആയതുകൊണ്ട് ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് Ctrl G ഗ്രൂപ്പ് ആയിക്കോളും, അൺഗ്രൂപ്പ് ആയിക്കോളും. ഓക്കെ, ഇൻ വിച്ച് ഫോർമാറ്റ് ഷുഡ് എ ലോഗോ? മക്കളെ, ഒരു കമ്പനിയുടെ ലോഗോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ എന്താണ്? ഇങ്ക്സ്കേപ്പ് ഉപയോഗിക്കുമ്പോൾ മെയിൻറ്റെയിൻ ഇറ്റ്സ് ക്വാളിറ്റി. നിങ്ങളൊരു ഫോണിലെടുക്കുന്ന ഒരു ഫോട്ടോ ഭയങ്കര സൂം ചെയ്താൽ നിങ്ങൾക്ക് പിക്സലായിട്ട് കാണാൻ പറ്റില്ലേ? അത് വൃത്തികേടാവും. പക്ഷെ അതേ സമയത്ത് നിങ്ങളൊരു കമ്പനിയുടെ ലോഗോ അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF ഒക്കെ എടുത്ത് നിങ്ങൾ എത്ര സൂം ചെയ്താലും പോവില്ല. കാരണം എന്താണ്? അത് വെക്ടറിലായിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്യാമറയിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോ ഒക്കെ എന്താണ്? റാസ്റ്റർ ആണ്. പക്ഷെ നമ്മൾ കമ്പനിയുടെ ലോഗോ ഒക്കെ ഡിസൈൻ ചെയ്യുന്ന സാധനങ്ങൾ നമുക്ക് വെക്ടറിൽ ചെയ്യാം. വെക്ടർ എത്ര കൂട്ടിയാലും ക്ലാരിറ്റി പോവില്ല. ആൻഡ് വെക്ടറിൻ്റെ കുറേ ഫയൽ ഫോർമാറ്റ്സ് ഉണ്ട്. ഒരു ഫയൽ ഫോർമാറ്റാണ് SVG. SVGൻ്റെ ഫുൾ ഫോം നിങ്ങൾ കമൻറ്റ് ചെയ്യും.
അതൊരു ചോദ്യമായിട്ട് വരും. SVGന്റെ ഫുൾ ഫോം. വേറെ ഒരെണ്ണുള്ളത് EPS ആണ്. ഓക്കെ, ഇതൊക്കെ വെക്ടറാണ്. വേറെ റാസ്റ്ററിന്റെ ഫോർമാറ്റ്സ് ഏതൊക്കെയാണ്? റാസ്റ്റർ എന്ന് പറയുമ്പോൾ ക്ലാരിറ്റി പോകുന്നത്. ഓക്കെ, റാസ്റ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? JPEG ഉണ്ട്, BMP ബിറ്റ് മാപ്പ് ഉണ്ട്, അതുപോലെ അത് PNG ഉണ്ട്. ഇതൊക്കെ പഠിച്ചു വെച്ചോ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ലോഗോ ഡിസൈൻ ചെയ്യാൻ SVG ഉപയോഗിക്കണം. GIF എന്ന് പറയുമ്പോൾ എന്താണ്? ബേസിക്കലി ചെറിയ ഇമേജസ് മാറിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ വാട്സാപ്പിൽ കഴിയുന്നു. ഓക്കെ, അപ്പം SVG ആണ്. അപ്പം റാസ്റ്ററും വെക്ടറും എന്താണെന്ന് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വിച്ച് among the following characteristics of vector images? ഓക്കെ, വെക്ടർ ഇമേജസിനെ പറ്റി നമ്മളിപ്പോൾ എന്താ പഠിച്ചത്? ഇമേജ് ലൂസ് ക്ലാരിറ്റി ആണോ? അല്ല. ഇമേജ് ഡസ് നോട്ട് ലൂസ് ക്ലാരിറ്റി, കറക്റ്റ്. ഫയൽ സൈസ് വിൽ ബി ലാർജ്, അല്ല, ഫയൽ സൈസ് ലാർജ് ആയിരിക്കില്ല, എഡിറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ എന്താണ്? ഇമേജ് ഡസ് നോട്ട് ലൂസ് ക്ലാരിറ്റി, ക്ലാരിറ്റി പോകില്ല. കാരണം എന്താണ്? അത് അൺലിമിറ്റഡ് ക്ലാരിറ്റി ആണുള്ളത്. ഓക്കെ, അതാണ് ഇതിൻ്റെ പ്രത്യേകത. Here are two images of lighthouse drawn in Inkscape. First image needs to be changed to second image. ആദ്യത്തെ ഇമേജ് രണ്ടാമത്തെ ഇമേജ് തമ്മിൽ വ്യത്യാസം എന്താണ്? ഈ ലൈറ്റ് ബ്ലറായി അല്ലേ? ബ്ലറായി, ഇങ്ങനെ ശരിക്കത്തെ ഒരു ഫോഗൊക്കെ പോലെ തോന്നുന്നു. അപ്പം എന്താ ചെയ്യേണ്ടത്? ഒബ്ജക്റ്റിൽ വന്നിട്ട് അൺഗ്രൂപ്പ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. ഫിൽ ആൻഡ് സ്ട്രോക്ക് നമ്മൾ ബ്ലർ ചെയ്തുകൊണ്ട് യെസ് ബ്ലർ എന്ന് പറയും കേട്ടോ. ഇങ്ങനെ ആക്കണമെങ്കിൽ ബ്ലർ ചെയ്യാം. പാത്ത് ഡിഫറൻസ് അല്ല, പാത്ത് ഡ്യൂപ്ലിക്കേറ്റും അല്ല. അപ്പം ഫിൽ ആൻഡ് സ്ട്രോക്കിൽ ബ്ലർ ചെയ്യാം. Which among the following is a method to access the fill and stroke window? നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ? ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക്, ഒബ്ജക്റ്റ് ഫിൽ ആൻഡ് സ്ട്രോക്ക് ആണ്. ഒബ്ജക്റ്റ് കഴിഞ്ഞാൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് വരിക. അടുത്തത് SVG is an abbreviation related to computer graphics. എന്താണ്? സ്കെയിലബിൾ വെക്ടർ ഗ്രാഫിക്സ്. ഓക്കെ, സ്കെയിലബിൾ വെക്ടർ സ്കെയിൽ അല്ല, സിമ്പിൾ അല്ല, സ്കാലബിൾ വിഷ്വൽ ഗ്രാഫിക്സ് അല്ല, നമുക്കെന്താണ്? സ്കെയിലബിൾ വെക്ടർ ഗ്രാഫിക്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Oops. Which among the following is the most appropriate tool for giving shadows and light to Inkscape? ഇവിടെ ഇതൊരു സ്ഫിയർ, വട്ടം. നമ്മൾ എലിപ്സ് ടൂൾ ഉപയോഗിച്ചിട്ട്, സർക്കിൾ ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എലിപ്സ് വെച്ച് സർക്കിൾ ഉണ്ടാക്കി. അതുകൊണ്ട് ഈ 3D പോലെ തോന്നുന്നെങ്കിൽ എന്താ? ഒരു കളറിന് മറ്റേ കളറിലേക്ക് നീങ്ങുന്നതന്നെ. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ കളർ ഈ കളറിലേക്ക് നീങ്ങില്ല, അതിനെ പൊതുവായിട്ട് നമ്മൾ വിളിക്കുന്ന സാധനമാണ് ഗ്രേഡിയൻറ്റ്. ഓക്കെ, ഗ്രേഡിയൻറ്റ്. ഓക്കെ, ഗ്രേഡിയൻറ്റിൽ രണ്ട് ടൈപ്പ് ഗ്രേഡിയൻ്റ് ഉണ്ട്. ലീനിയർ ഉണ്ട്. ലീനിയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ നിന്ന് ഇങ്ങനെ കളർ മാറുന്ന കേട്ടോ, ഇങ്ങനെ കളർ മാറുന്ന കാണാൻ പറ്റും ചെറുതായിട്ട്. ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കുകയാണ്. ഇനി റേഡിയൽ ഉണ്ട്. റേഡിയൽ എന്ന് പറയുമ്പോൾ വട്ടത്തിൽ ഇങ്ങനെ ഇതാണ്, ഇവിടുന്ന് വൈറ്റ് ഇങ്ങനെ ഉണ്ടോ പടർന്നു പോകുന്നത്, കളർ മാറി, അതിനെ റേഡിയൽ ഗ്രേഡിയൻ്റ് എന്ന് വിളിക്കും കേട്ടോ. അപ്പോൾ ഗ്രേഡിയൻറ്റിൽ രണ്ട് ടൈപ്പ് ഉണ്ട്, ലീനിയർ ഉണ്ട്, ഇതുണ്ട്. നമുക്ക് ഇവിടെ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ഗ്രേഡിയൻ്റ് ആണ്, റേഡിയൽ ഗ്രേഡിയൻ്റാണ്. റേഡിയൽ ഗ്രേഡിയൻ്റ് ഓർക്കണം കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഗ്രേഡിയൻ്റ് ഓപ്ഷനിലോട്ട് കുഴപ്പമില്ല. വിച്ച് among the following is a free software used for vector? നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? കോൾഡ്രോ ഇതൊക്കെ എന്താണ്? വെക്ടർ ആണ്. പക്ഷെ നമുക്കത് ഇങ്ക്സ്കേപ്പ് നിങ്ങൾ ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്നില്ല. ഇങ്ക്സ്കേപ്പ് ആണ് ഫ്രീ ആയിട്ടുള്ള വെക്ടർ സോഫ്റ്റ്വെയർ കേട്ടോ. അടുത്തത് which other format is not supported by Inkscape? Not supported. ഇത് സപ്പോർട്ട് ചെയ്യും. MP4 എന്താണ് മക്കളെ? വീഡിയോ എന്നുള്ളതാണ്. PNG സപ്പോർട്ട് ചെയ്യും, ഇമ്പോർട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. PNG റാസ്റ്റർ ആണ്. പക്ഷേ എന്താ രസം എന്ന് വെച്ചാൽ അത് ഇമ്പോർട്ട് ചെയ്യാനൊക്കെ നമുക്ക് ഉപയോഗിക്കാനൊക്കെ പറ്റും. എനിക്ക് തോന്നുന്നു നമ്മൾ സേ നോട്ട് ടു ഡ്രഗ്സിലോ അല്ലെങ്കിൽ ഏതൊക്കെയോ ഫോട്ടോയിലോ അല്ല സേ നോട്ട് വോറോ ഏതൊക്കെയോ ഇതിൽ നമ്മൾ PNGs ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ റാസ്റ്ററിനൊക്കെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അവരെ കുറേ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, അവരെ കുറേ മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല, സൈസ് മാറ്റാൻ, കളർ മാറ്റാൻ, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ MP4 വീഡിയോ ഫോർമാറ്റാണ്. വീഡിയോ ഉള്ള ആളെ നമുക്ക് ഇതിലാക്കാൻ പറ്റില്ല. അടുത്തത് ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഇസ് ദ ഡിഫോൾട്ട് ഫയൽ ഫോർമാറ്റ് യൂസ് ബൈ Inkscape? ഡിഫോൾട്ട് ഏതാണ്? SVG. നിങ്ങൾ സേവ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് അങ്ങനെ വരുള്ളൂ. ഓക്കെ, AI എന്ന് പറയുമ്പോൾ എന്താ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണോ? അല്ല, അഡോബി ഇല്ലുസ്ട്രേറ്ററിൻ്റെ ഫയൽ ഫോർമാറ്റ് കേട്ടോ. PDF-ൻ്റെ ഫുൾ ഫോമും PNG-ൻ്റെ ഫുൾ ഫോമും ഒന്ന് കമൻറ്റ് ചെയ്യും, അറിയാൻ നോക്കട്ടെ. പിന്നെന്താണ് വരുന്നത്? യു ആർ ഡിസൈനിങ് ആൻ Inkscape ആൻഡ് നീഡ് ടു ചേഞ്ച് ദ ക്യാൻവസ്. ക്യാൻവസ് ആണ് മൊത്തം സൈസ് കേട്ടോ, കസ്റ്റം സൈസായിട്ട് മാത്രം. എന്താ നമ്മൾ ചെയ്യേണ്ടത്? എഡിറ്റിൽ വന്ന് പ്രിഫറൻസസിലാണ് യൂണിറ്റ് ആണോ? നമുക്ക് യൂണിറ്റ് അല്ല മാറ്റുന്നത്. ഫയലിൽ ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസ് കസ്റ്റം സൈസ്. കേട്ടാൽ തന്നെ മനസ്സിലാവും ആൻസറിന്. സേവ് ആസ് അല്ല, സേവ് ആസ് നമ്മൾ അവസാനം എക്സ്പോർട്ട് ചെയ്യുമ്പോഴാണ്, ഒബ്ജക്റ്റ് ട്രാൻസ്ഫറും അല്ല. ഓക്കെ, അടുത്തത് വിച്ച് ഷോർട്ട് കട്ട് ഈസ് യൂസ് ടു ക്വിക്ക്ലി ഓപ്പൺ ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസ്? പ്രോപ്പർട്ടീസ് ആകുമ്പോൾ തന്നെ ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടി D ആണ് വരിക. ഓക്കെ, P ഒക്കെ പ്രിൻറ്റിനാണ് വരിക കേട്ടോ. ഷിഫ്റ്റ് കൺട്രോൾ D അല്ലെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് D. ഓക്കെ, അത് ഉപയോഗിക്കാം. Dash is a free software, graphic designing software that both artists and web developers use to create high quality vector designs. ഫ്രീ ആയതുകൊണ്ട് Inkscape തന്നെ അത്രേ ഉള്ളൂ. മിക്ക ക്വസ്റ്റിൻ്റെ ആൻസർ ഇങ്ങനെ വരാം കേട്ടോ. അടുത്തെന്താണ്? ഡാഷ് ഇസ് എ റാസ്റ്റർ. റാസ്റ്ററിൽ എഡിറ്റ് ചെയ്തത് Inkscape അല്ല, ലിബ്രെ ഓഫീസ് ഡ്രോ അല്ല, കോറൽ ഡ്രോ അല്ല. ഇവരൊക്കെ എന്താണ്? ഇതൊക്കെ വെക്ടറാണ്. ഇവർ മൂന്നാൾക്കാർ വെക്ടറാണ്. ഇവർ രണ്ടാൾ പെയ്ഡ് ആണ്, ഇവൻ ഫ്രീ ആണ് Inkscape. അപ്പം കൃത്യമാണ്. ഓക്കെ,
അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനിയും ക്വസ്റ്റ്യൻസ് വേണം, ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കട്ടെ. വിച്ച് ടൂൾ ഇൻ ഇൻസ്കേപ്പ് ഇസ് യൂസ് ടു സെലക്ട് ഒബ്ജക്ട്സ്? സെലക്ട് ഒബ്ജക്ട്സിന് ഇവന് ഷോർട്ട് കട്ട് എന്താണെന്നും കൂടി പറഞ്ഞത്, ഷോർട്ട് കട്ട് എന്താണെന്നും കീ എന്താണെന്ന് പറഞ്ഞത്. ഇത് റെക്റ്റാങ്കിൾ ടൂൾ ആറാണ്. ഇവൻ എലിപ്സ് ടൂൾ, സർക്കിളിൽ എലിപ്സിൻ്റെ ഭാഗത്താണ് വരിക, ഇ ആണ് എലിപ്സ് ടൂൾ. ഇവൻ എന്താണ് നോഡ് എഡിറ്റിംഗ്, അത് വേറെ എന്തോ, ഇത് നമ്മുടെ ബേസിക് പെൻ ടൂൾ അങ്ങനെ എന്തോ, നിങ്ങളതും കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇവൻ്റെ ഷോർട്ട് കട്ട് എന്താണെന്ന് കമൻറ്റ് ചെയ്യുക സെലക്ട് ടൂളിൽ. ഓക്കെ, അപ്പോൾ അതോടെ നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ തിയറി ക്വസ്റ്റ്യൻസ് ആയി. ഇനിയും വേണമെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. റോബോട്ടിക്സിൻ്റെ വീഡിയോ ഒക്കെ കാണാൻ മറക്കുക, എല്ലാ ചാനലിലുണ്ട്. ഓക്കെ, ബൈ ബൈ.